السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع العليم. صدق الله العظيم. ബഹുമാന്യരായ സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, ജീവിതത്തിൻ്റെ നാനാമേഖലകളിൽ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും അല്ലാഹുവിൻ്റെ അന്ത്യദൂതൻ നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ തിരുചര്യകളും പിന്തുടർന്നുകൊണ്ട് ജീവിതത്തെ അർത്ഥപൂർണമാക്കി തീർക്കുവാൻ, അതിലൂടെ അല്ലാഹുവിൻ്റെ പ്രീതിയും ശാശ്വതമായ പരലോക വിജയവും നേടിയെടുക്കാൻ നിരന്തരമായി ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്യണമെന്ന് ഞാൻ എന്നോടെന്ന പോലെ എൻ്റെ സഹോദരങ്ങൾ ഓരോരുത്തരോടും ഓർമ്മിപ്പിക്കുകയാണ്. കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും നല്ലത് മാത്രം പിൻപറ്റുകയും ചെയ്യുന്ന, ചിന്തിക്കുന്ന സന്മാർഗദർശികളായ സജ്ജനങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, പരിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് അടുക്കുമ്പോൾ പവിത്രമാക്കപ്പെട്ട റജബ് മാസം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. റജബ് മാസത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്, മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. റജബ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമുണ്ട് മുസ്ലിം ലോകത്ത്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിൽ 1-ാം വചനത്തിൽ അല്ലാഹു അത് സൂചിപ്പിക്കുന്നുണ്ട്. ഒരു മഹാ അത്ഭുത സംഭവം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല. തന്റെ ദാസനെ കൊണ്ട് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് രാപ്രയാണം ചെയ്യിപ്പിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ പരിശുദ്ധനാണ്. അങ്ങേയറ്റം ആശ്ചര്യകരമായ, അത്യത്ഭുതകരമായ ആ ഒരു പ്രയാണം തന്റെ ദാസനെ കൊണ്ട് ചെയ്യിപ്പിച്ച അല്ലാഹു ഒരു മഹാപ്രവൃത്തിയാണ് ചെയ്തത്. തന്റെ ദാസനെ സംബന്ധിച്ചിടത്തോളം അവൻ പരിശുദ്ധനാണ്. അതിലൂടെ അല്ലാഹു തആല ഉദ്ദേശിച്ചത് ലിനുരിയഹു മിൻ ആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നേരിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. ഇന്നഹു ഹുവസ് സമീഉൽ അലീം. അല്ലാഹു തആല അതിസൂക്ഷ്മമായി എല്ലാം കേൾക്കുന്നവനും സൂക്ഷ്മമായി എല്ലാം അറിയുന്നവനുമാണ്.
സഹോദരങ്ങളെ, ഈ ആയത്തിൽ സൂചിപ്പിക്കുന്ന ഇസ്രാ മിഅ്റാജ് സംഭവം നടന്നത് റജബ് മാസത്തിലാണ് എന്നാണ് പണ്ഡിതാഭിപ്രായം. നമുക്കറിയാം, ഇസ്രാ എന്നത് പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ നിന്ന് പുണ്യ ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്ക് നടത്തിയ രാത്പ്രയാണമാണ്. അവിടെ നിന്ന് 7 ആകാശങ്ങൾ താണ്ടി അള്ളാഹുവിന്റെ സവിധത്തിൽ എത്തിപ്പെട്ട മറ്റൊരു മഹാസംഭവമാണ് മിഅ്റാജ്. ഇത് ഈ റജബ് മാസത്തിലാണ് ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നത്. 2 പുണ്യ മസ്ജിദുകൾ ആണ് ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. ഒന്ന് മക്കയിലെ മസ്ജിദുൽ ഹറാം, മറ്റൊന്ന് ഫലസ്തീനിലെ ജെറുസലേമിലെ മസ്ജിദുൽ അഖ്സ, ബൈത്തുൽ മഖ്ദിസ്. ഇവിടെ നിന്ന് അവിടേക്ക് പ്രയാണം ചെയ്യിപ്പിക്കുന്നതിലൂടെ ലോകത്തെ പ്രവാചകന്മാരുടെ ഏകോപനമാണ്, സംയോജനമാണ് അല്ലാഹു അതിലൂടെ നടത്തുന്നത്. സഹോദരന്മാരെ, ഇന്ന് ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സ ഈ മിഅ്റാജ് നടന്ന, ഇസ്രാ നടന്ന ഈ മാസത്തിൽ മസ്ജിദുൽ അഖ്സ പരാമർശിക്കപ്പെടുമ്പോ ഈ സമയത്ത് റജബിലെ മസ്ജിദുൽ അഖ്സ വീണ്ടും ചരിത്രത്തിൽ ഇടം പിടിക്കുകയാണ്. മസ്ജിദുൽ അഖ്സയുടെ വിമോചനത്തിന് വേണ്ടി ഫലസ്തീനിലെ ഹമാസിന്റെ സ്വാതന്ത്ര്യ പോരാളികൾ അവിടെ 1.5 വർഷത്തോളമായി നടത്തിക്കൊണ്ടിരുന്ന വീര പോരാട്ടത്തിന്റെ മഹാചരിത്രം, അതൊരു പ്രത്യേകമായ ദശാസന്ധിയിൽ എത്തി നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. ഹമാസിനെയും ഫലസ്തീൻ പോരാളികളെയും പൂർണ്ണമായി തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെയും ഫലസ്തീനിൽ ഹമാസ് തടങ്കലിലാക്കിയിരിക്കുന്ന ഇസ്രയേലിന്റെ ജൂത സമൂഹത്തെ മുഴുവനും തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയും തുടക്കം കുറിച്ച ഇസ്രയേലിന്റെ നരനായാട്ട്, ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും എല്ലാം വമ്പിച്ച ആയുധ ശേഖരങ്ങളുടെ സംഹാര താണ്ഡവത്തിന്റെ മുമ്പിൽ ഇസ്രയേലിലെ ഫലസ്തീനിലെ ചെറുത്തുനിൽപ്പ് ഗസ്സ എന്നൊരു തുണ്ട് ഭൂമിയിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ ആ ഭൂമിയിൽ നിന്ന് ആ സ്വാതന്ത്ര്യ പോരാളികളായ മുസ്ലിം സഹോദരങ്ങളെ തുടച്ചു നീക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അവർ ഒളിപ്പിച്ചു വച്ചിരുന്ന ഇസ്രായേലിലെ ജൂത സയനിസ്റ്റുകളിൽ ആരെയും, ഒരാളെ പോലും ഒരു ബങ്കറിൽ നിന്നും ഒരു താവളത്തിൽ നിന്നും കണ്ടെടുക്കാൻ അവർക്ക് സാധിക്കുകയോ ഇവരുടെ ഈ അങ്ങേയറ്റം ഹിംസാത്മകമായ ആയുധങ്ങൾക്ക് അവരെ നശിപ്പിക്കാനോ സാധിച്ചില്ല എന്നുള്ളതാണ്. 1.5 വർഷം പിന്നിട്ടിട്ടും ഒരു തുണ്ടു ഭൂമിയിൽ മനുഷ്യ സാധ്യമായ മുഴുവൻ ചാര ഉപഗ്രഹങ്ങളും റഡാർ സംവിധാനങ്ങളും അത്യന്തം മാരകമായ ആയുധങ്ങളും പ്രയോഗിച്ചിട്ടും അതിന് സാധിച്ചില്ല എന്നത് ഈ ഭൂലോകത്തെ പടച്ച തമ്പുരാന്റെ ദീനിന്റെ മുഅ്ജിസത്താണ് അതിലൂടെ കാണിക്കുന്നത്. സഹോദരങ്ങളെ, അവസാനം അവർക്ക് ഒരു വെടിനിർത്തൽ കരാർ വേണ്ടി വന്നു. ആ വെടിനിർത്തൽ കരാർ ഞങ്ങൾക്ക് ഞങ്ങളുടെ സൈനിക നടപടിയിലൂടെ നിങ്ങൾ പിടിച്ചടക്കി വച്ചിരിക്കുന്ന ഈ ബന്ദികളെ മോചിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല, ഞങ്ങൾ തോൽവി സമ്മതിച്ചിരിക്കുന്നു, അതുകൊണ്ട് കരാറിന് ഞങ്ങൾ ഒരുക്കമാണ് എന്നാണ് അതിന്റെ അർത്ഥം. ആ അർത്ഥത്തിൽ തോൽവി സമ്മതിച്ചുകൊണ്ട് അവർക്ക് കരാറിൽ ഏർപ്പെടേണ്ടി വന്നു. അല്ലാതെ
ഈ പറയുന്ന ഹമാസിനെയോ സ്വാതന്ത്ര്യ പോരാളികളെയോ നശിപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല, സാധ്യമല്ലെന്ന് അവർ സമ്മതിച്ചിരിക്കുന്നു. മാത്രമല്ല, ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീനിലെ സഹോദരങ്ങളെ തടങ്കലിൽ നിന്ന് യഥേഷ്ടം മോചിപ്പിക്കാനും ഈ കരാറിലൂടെ അവർക്ക് സാധിക്കുന്നു. അവരുടെ നേതാക്കന്മാർ കൊല്ലപ്പെട്ടിട്ടും അവരുടെ സഹോദരങ്ങൾ ചുറ്റും രക്തസാക്ഷികളായി മരിച്ചു വീണിട്ടും അവരുടെ പാർപ്പിടങ്ങൾ ചുട്ടു ചാമ്പലാക്കിയിട്ടും നിങ്ങൾ നോക്കൂ, അവർ എഴുന്നേറ്റ് നിന്ന് പുഞ്ചിരിക്കുകയാണ് അല്ലാഹുവിനെ ഓർത്തുകൊണ്ട്. സ്വർഗത്തിലേക്ക് പറന്നുപോയ രക്തസാക്ഷികളെ ഓർത്തുകൊണ്ട് അവർ അഭിമാനിക്കുകയാണ്. ഉമ്മാർ അൽഹംദുലില്ലാഹ് എന്ന് പറയുകയാണ്. ലോകത്ത് മനുഷ്യർക്ക് ഇങ്ങനെ സാധിക്കുമോ? ഇത് പടച്ചവനിലുള്ള വിശ്വാസത്തിന്റെ വിജയമാണ്. ഇത് പരലോകം കൺമുമ്പിൽ കണ്ടവന്റെ വിജയമാണ്. അദൃശ്യ വിശ്വാസത്തിലൂടെ അല്ലാഹുവിനെ കാണാതെ ആഖിറത്തെ കണ്ടിട്ടില്ലാത്ത, അതേപോലെ അവരുടെ പ്രവാചകനെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരു ജനത അദൃശ്യമായ വിശ്വാസം ഉള്ളിൽ ഉറപ്പിച്ചുകൊണ്ട് അതിന്റെ ത്യാഗത്തിന്റെ തീച്ചൂളകളിൽ എത്രത്തോളം മുമ്പോട്ട് പോകാൻ സാധിക്കുമെന്നതിന്റെ സഹാബാക്കളുടെ ചരിത്രത്തിന്റെ പുതിയ കാലത്തെ സാക്ഷ്യമാണ് ഫലസ്തീനിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. സഹോദരങ്ങളെ, മനുഷ്യ സാധ്യമല്ലാതെ, പടച്ച തമ്പുരാൻ പിന്തുണയ്ക്കാതെ, അല്ലാഹുവിന്റെ മലക്കുകളുടെ സാന്നിധ്യമില്ലാതെ, പ്രത്യേകമായ സഹായമില്ലാതെ ലോകത്ത് ഇത് സാധ്യമല്ല. ലോകം അമ്പരന്ന് ചോദിക്കുന്നു, എങ്ങനെയാണ് ഇത് സാധിക്കുക എന്ന്. അവരാരുടെയും പ്രത്യേകതയല്ല അത്. ഇത് പടച്ച തമ്പുരാന്റെ ദീനിന്റെ മൂല്യത്തെ ഉയർത്തിപ്പിടിക്കുന്നവൻ, അല്ലാഹുവിലുള്ള വിശ്വാസത്തെ നെഞ്ചേറ്റുന്നവൻ, പരലോകം എന്നത് ലൈവായി നേർസാക്ഷ്യമായി വിശ്വാസമായി ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയവൻ, ഏത് മനുഷ്യനും ഇത് സാധിക്കുമെന്നതിന്റെ തെളിവാണ്. സഹോദരങ്ങളെ, അല്ലാഹു തആല ബദറിന്റെ സന്ദർഭവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സഹാബാക്കളോടും ചോദിച്ചൊരു ചോദ്യമുണ്ട്. വൽഖുറു ഇദ് കുന്തും ഇദ് അൻതും ഖലീലുൻ മുസ്തൽഅഫുന ഫിൽ അർദ്. നിങ്ങൾ ഓർത്തു നോക്കൂ, ഭൂമിയിൽ നിങ്ങൾ മർദ്ദിച്ചൊതുക്കപ്പെടുന്ന, അടിച്ചമർത്തപ്പെടുന്ന ദുർബലരായ, നന്നേ ന്യൂനപക്ഷമായ ഒരു കൊച്ചു സംഘമായിരുന്നു നിങ്ങൾ. തഖാഫുന അൻ യതഖത്തഫകുമുൻ നാസ്. ജനങ്ങൾ, ശത്രുശക്തികൾ നിങ്ങളെ റാഞ്ചിക്കൊണ്ടുപോകുമെന്ന് നിങ്ങൾ ഭയപ്പെട്ടിരുന്നു. ഫആവാകും വഅയ്യദകും ബിനസ്രിഹി. അവൻ നിങ്ങൾക്ക് അഭയം നൽകി. ടാങ്കറുകളും യന്ത്രത്തോക്കുകളും നിർത്താതെ ശബ്ദിച്ചുകൊണ്ടിരുന്ന ഒരു യുദ്ധഭൂമിയിൽ ഭയചകിതരായി പേടിച്ചരണ്ടു നിൽക്കുന്ന പോർ വിമാനങ്ങളുടെ ഇരമ്പലുകൾക്ക് മുമ്പിൽ അവൻ, ശത്രുക്കൾ നിങ്ങളെ റാഞ്ചിക്കൊണ്ടുപോകും, തകർത്ത് കളയുമെന്ന് നിങ്ങൾ പേടിച്ചരണ്ടു നിന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് അവൻ അഭയം നൽകി. ശത്രു റഡാറിലൂടെ, ചാര ഉപഗ്രഹങ്ങളിലൂടെ ഭൂമിയുടെ അകവും പുറവും മരിച്ചു പറക്കിയിട്ടും അവൻ നിങ്ങൾക്ക് നിർഭയത്വം, അഭയ സങ്കേതം നൽകി. അവൻ അവന്റെ സഹായം കൊണ്ട് നിങ്ങളെ ശക്തിപ്പെടുത്തി. നിങ്ങൾക്ക് വിശിഷ്ട ഭോജ്യങ്ങൾ നൽകി. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരായി തീരാൻ. ആ പഴയ ചരിത്രം ഇന്ന് ആധുനിക ലോകത്തും ആവർത്തിക്കുകയാണെന്ന് നമ്മൾ കാണുകയാണ്. സഹോദരങ്ങളെ, ഇത് ലോകത്ത് ഇസ്ലാമിന് മാത്രം സാധിക്കുന്ന ഒരു മഹാവിപ്ലവമാണ്, ഈമാനിന്റെ വിപ്ലവം. ഈമാൻ എന്നത് അദൃശ്യങ്ങളിലുള്ള വിശ്വാസമാണല്ലോ.
അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. അല്ലാഹു തആല പറയുന്നത് എന്താ? അലിഫ് ലാം മീം. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞ് ഹിദായത്തിന്റെ ഗ്രന്ഥം, സന്മാർഗ ദർശനത്തിന്റെ ഗ്രന്ഥമായ ഖുർആൻ തുറന്നു വായിക്കാൻ ശ്രമിക്കുന്നവന്റെ മുമ്പിൽ ആദ്യത്തെ 3 അക്ഷരങ്ങൾ വെല്ലുവിളിയായി നിൽക്കുകയാണ്. അലിഫ് ലാം മീം. എത്ര വലിയ വിദ്യാസമ്പന്നനും ജ്ഞാനിയും അതിന്റെ മുമ്പിൽ പകച്ചു നിൽക്കുകയാണ്. ഒരുപാട് വ്യാഖ്യാനങ്ങൾക്ക് നടുവിൽ അലിഫ് ലാം മീം എന്ന 3 അക്ഷരത്തിന്റെ അർത്ഥത്തെ തീർച്ചപ്പെടുത്താനാവാതെ അവൻ തൃപ്തികരമായ ഒരർത്ഥത്തിൽ ചെന്നെത്തുന്നു. അല്ലാഹു അഅലം ബി മുറാദി. പടച്ചോനെ അറിയുള്ളൂ, ഞാനൊന്നും അറിയാത്തവനാണ്. മനുഷ്യന്റെ അറിവന്വേഷണത്തിന്റെ അതിന്റെ മുമ്പിൽ ഞാനൊന്നും അറിയാത്തവനാണ് എന്ന ഒരു അഹംബോധത്തിൽ നിന്ന് വേണം പടച്ച തമ്പുരാന്റെ അറിവിന്റെ ഗ്രന്ഥത്തിലേക്ക് പിച്ചവെക്കാൻ. അഹങ്കാരത്തിന്റെ എല്ലാ അംശങ്ങളെയും തുടച്ച് നീക്കിക്കളഞ്ഞ് പടച്ച തമ്പുരാന്റെ മുമ്പിൽ ഞാൻ ഒന്നും അറിയാത്ത നിന്റെ ഒരു ദാസനാണ് എന്ന ആ ഒരു ബോധ്യത്തിന്റെയും ബോധത്തിന്റെയും മുമ്പിൽ നിന്ന് വേണം മുമ്പോട്ട് പോകാൻ. എന്നിട്ട് പറയുന്നത് എന്താ? ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അതാണ് ഗ്രന്ഥം. അത് നേർമാർഗികൾക്ക് അല്ലെങ്കിൽ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ സന്നദ്ധരായവർക്ക് മാർഗദർശനമാണ്. എന്നിട്ട് പറഞ്ഞത് എന്താണ്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. അദൃശ്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് അവർ. അദൃശ്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് ഈ സത്യവിശ്വാസികൾ. ഇന്നിവിടെ വിജയം കൊയ്യുന്ന സത്യവിശ്വാസികൾ. അവർ അള്ളാഹുവിനെ കണ്ടിട്ടില്ല, റസൂലിനെ കണ്ടിട്ടില്ല, ആഖിറത്തിനെ കണ്ടിട്ടില്ല, മാലാഖമാരെ കണ്ടിട്ടില്ല. ഇതൊക്കെ അദൃശ്യങ്ങളിലുള്ള വിശ്വാസമാണ്. ആ വിശ്വാസം ഒരു മഹാ അത്ഭുതമാണ്. അജബൽ ലി അംറിൽ മുഅ്മിൻ. സത്യവിശ്വാസിയുടെ ഈമാൻ ഒരു മഹാത്ഭുതമാണ്. അത് അന്ധവിശ്വാസമല്ല, അത് ന്യായത്തിന്റെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിലുള്ള ബോധ്യമാണ് ഈമാൻ. അന്ധവിശ്വാസവും അദൃശ്യവിശ്വാസവും തമ്മിൽ വ്യത്യാസമുണ്ട്. അന്ധവിശ്വാസം എന്നത് അറിവിന്റെ പിൻബലമില്ലാതെ, യുക്തിയുടെ പിൻബലമില്ലാതെ, ബോധ്യത്തിന്റെ പിൻബലമില്ലാതെ വിശ്വസിക്കുന്ന വിശ്വാസമാണത്. അദൃശ്യവിശ്വാസം എന്നത് അത് മനുഷ്യന്റെ അറിവിന്റെയും ബോധ്യത്തിന്റെയും വസ്തുതയുടെയും യുക്തിയുടെയും അടിസ്ഥാനത്തിൽ അവൻ എത്തിച്ചേരുന്നതാണത്. സർവോപരി മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിന് വേദഗ്രന്ഥം നൽകിക്കൊണ്ട്, വഹീ നൽകിക്കൊണ്ട് അതിലേക്ക് അല്ലാഹു തആല മനുഷ്യനെ കൊണ്ടെത്തിക്കുകയാണ്. സഹോദരങ്ങളെ, ആ അർത്ഥത്തിൽ അദൃശ്യമായ വിശ്വാസത്തിലൂടെ, ഈമാനിലൂടെ മുന്നോട്ട് പോകുന്ന മനുഷ്യൻ നേരിൽ ആഖിറത്തെ കണ്ടിട്ടില്ലാത്തവൻ, പടച്ചവനെ കണ്ടിട്ടില്ലാത്തവൻ, ആഖിറത്തിൽ പരിപൂർണമായ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഇവിടെ എനിക്കെല്ലാം നഷ്ടപ്പെട്ടോട്ടെ, പരലോകത്ത് എനിക്ക് കിട്ടുമെന്നൊരു ദൃഢബോധ്യം അതവന്റെ കണ്ണുകൊണ്ട് കണ്ടതുപോലെയാണ്. വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. അവർ ആഖിറത്തിൽ യഖീൻ കൊള്ളുകയാണ്, ദൃഢബോധ്യമാണ്. അല്ലാഹുവിനെ പറ്റി അവർ കണ്ടിട്ടില്ലെങ്കിലും അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു വഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അല്ലാഹുവിനെ കണ്ടിട്ടില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. അവനെ കാണുന്നത് പോലെ നീ അവന് കീഴ്വണങ്ങുക, ഇബാദത്ത് ചെയ്യുക, ആരാധിക്കുക. അപ്പൊ ആ അർത്ഥത്തിൽ നമ്മൾ അല്ലാഹുവിനെ കാണാതെ, പരലോകത്തെ കാണാതെ, ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് പരലോകത്ത് കിട്ടും, പടച്ചവന്റെ പ്രീതി കിട്ടും, അവന്റെ സ്നേഹം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യണമെങ്കിൽ ആ ഈമാൻ വളരെ വലുതാണ്. ആ ഈമാനുമായി മുമ്പോട്ട് പോകുമ്പോ
മനുഷ്യന് ഒരു പരിധിയിൽ കവിഞ്ഞ ത്യാഗമൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോ അള്ളാഹുവിന്റെ ലൈവായ സഹായം ഉണ്ടാകും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളെ വിളിച്ച് ചോദിച്ചു, വസുൽസിലു ഹത്താ യഖൂല റസൂൽ വല്ലദീന ആമനു മഅഹു മത്താ നസ്റുല്ലാഹ്. അവർ അങ്ങേയറ്റം വിറപ്പിക്കപ്പെട്ടു, ഭയപ്പെടുത്തപ്പെട്ടു. ആ അവസ്ഥയിൽ അവസാനം അതിന്റെ സീമകൾ, പരിധികൾ വിട്ടു. ഇനി ഒരു മനുഷ്യൻ എന്ന നിലയിൽ താങ്ങൂല എന്നായപ്പോ ചോദിച്ചു പോയി, മത്താ നസ്റുല്ലാഹ്, ഇനി എപ്പോഴാണ് അല്ലാഹുവിന്റെ സഹായം? അല ഇന്ന നസ്റല്ലാഹി ഖരീബ്. ഉണ്ട്, അതെ, അറിയൂ, ഇതാ സഹായം അടുത്ത് തന്നെയുണ്ട്. ആ ഒരു ഘട്ടത്തിൽ എത്തുമ്പോ അല്ലാഹുവിന്റെ സാന്നിധ്യം അവൻ അറിയിക്കും, അവൻ കാണിച്ചു കൊടുക്കും. അതാണ് നമ്മൾ കാണുന്നത്. മിഅ്റാജ് സംഭവത്തിലൂടെ അത് നമ്മൾ കാണുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന്റെ 10ാമത്തെ വർഷം അവിടുന്ന് 50 വയസ്സെത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 50ാമത്തെ വയസ്സിൽ നബിക്ക് താങ്ങും തണലുമായി എല്ലാ സംരക്ഷണവും നൽകി അബൂ ത്വാലിബ് മരണപ്പെട്ടു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ഖദീജ റളിയല്ലാഹു തആല അവിടുത്തെ 65ാമത്തെ വയസ്സിൽ നബിയുടെ 50ാമത്തെ വയസ്സിൽ വിടവാങ്ങി. ഇത് രണ്ടും നബിയുടെ ഹൃദയത്തെ പിടിച്ചുലച്ചു. ദുഃഖം താങ്ങാനാവാത്ത അവസ്ഥയിലായി. ഇനി എങ്ങോട്ട് പോകും? മക്കയിൽ അബൂ ത്വാലിബിന്റെ സംരക്ഷണ വലയത്തിലാണ് പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. ഇനി എങ്ങോട്ട് പോകും? നബി ഉറ്റാലോചിച്ചു. ത്വായിഫിൽ 10-60 കിലോമീറ്ററുകൾ അകലെ, ത്വായിഫിലേക്ക് പോയാൽ അവിടെ അകന്ന ബന്ധുക്കളുണ്ട്, അവരോട് പോയിട്ട് അഭയം ചോദിക്കാം. സംരക്ഷണം ഒരുക്കുമെങ്കിൽ ഈ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു തആല അൻഹുമായിട്ട് നേരെ അങ്ങോട്ട് പോയി. 60 കിലോമീറ്റർ കാൽനടയായി നടന്നു പോയി. 10 ദിവസത്തോളം അവിടെയുള്ള കുടിലും കൊട്ടാരത്തിലും കയറിയിറങ്ങി ഇസ്ലാമിന്റെ സത്യാവസ്ഥയും ഈ ഇസ്ലാം ഇപ്പോൾ നേരിടുന്ന ഭീഷണിയും, ശത്രുക്കളുടെ ഭീഷണിയും, ഇതിന് സംരക്ഷണത്തിന്റെ ആവശ്യകതയും, പ്രിയ ബന്ധുക്കളെ, നിങ്ങൾക്ക് ഞങ്ങളെ സംരക്ഷിക്കാൻ, സംരക്ഷണം നൽകാൻ സാധിക്കുമോ എന്ന ചോദ്യവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ നബിയുടെ വളർത്തുപുത്രനായ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു തആല അൻഹുമായിട്ട് വീടാന്തരം ചുറ്റിക്കയറി നടന്നു. ആരും പിന്തുണച്ചില്ല. എന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂലിനെയും ആ കുട്ടിയെയും അവർ കല്ലെറിഞ്ഞു. നബിയുടെ ശരീരത്തിൽ നിന്ന് ചോര പൊട്ടി ഒഴുകി. നബിയുടെ ശരീരത്ത് മുറിവേറ്റ് ചോരയൊഴുകി കാലിലേക്ക് ഒഴുകി. തളർന്ന് ആഹാരം കഴിച്ചിട്ട് ദിവസങ്ങളായി. അല്ലാഹുവിന്റെ റസൂൽ ആഹാരം കഴിച്ചിട്ട് ദിവസങ്ങളായി. വേദന കൊണ്ട് പുളയുന്നു. തളർന്ന് നടന്നു വന്നതിന്റെ ക്ഷീണം. ആരും എവിടെയും ഒരു അഭയവും കൊടുത്തില്ല. അവിടെ ഒരു ഈത്തപ്പന തോട്ടത്തിൽ തളർന്നിരുന്നിട്ടൊരു പ്രാർത്ഥനയുണ്ട് അല്ലാഹുവിന്റെ റസൂലിന്. അല്ലാഹുമ്മ ഇലൈക അഷ്കു ളുഅഫ ഖുവ്വതി വഖില്ലത ഹീലതി. പടച്ചവനെ, എനിക്ക് നിന്നോടൊരു ആവലാതിയുണ്ട്. ഞാൻ നിന്നോട് ഞാൻ എൻ്റെ ദൗർബല്യത്തെ പറ്റിയും എൻ്റെ തന്ത്രക്കുറവിനെ പറ്റിയും ഞാനൊരു തന്ത്രമില്ലാത്തവനായി പോയല്ലോ, ശക്തിയില്ലാത്തവനായി പോയല്ലോ പടച്ചോനെ. എനിക്കാണെങ്കിൽ ജനങ്ങളോട് വല്ലാത്ത വഹവാനി അലന്നാസ് പ്രതീക്ഷയാണ്. അവരെ കുറിച്ച് എനിക്ക് പൂതിയുണ്ട്. കരുണാമയനായ അല്ലാഹുവേ, അന്ത റബ്ബുൽ മുസ്തളഅഫീൻ വ അന്ത റബ്ബി. നീ മർദ്ദിതരുടെ നാഥനാണ്, നീ എന്റെയും പടച്ചോനാണ്. നീ എന്നെ ഇലാമൻ തക്കിൽ നീ ഇലാ ബഈദി യതജഹമുനി അം ഇലാ അദുഫിൻ മല്ലക്തഹു അംരി. നീ എന്നെ എൻ്റെ അകന്ന ബന്ധുക്കൾ കേൾപ്പിച്ചു കൊടുക്കുകയാണോ എന്നെ കൊല്ലാൻ? നീ എന്നെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണോ എന്നെ നശിപ്പിക്കാൻ? നിനക്ക് എന്നോട് വിരോധമില്ലെങ്കിൽ എനിക്കതൊന്നും ഒരു പ്രശ്നമില്ല, ഞാൻ എന്തും സഹിക്കാൻ തയ്യാറാണ്. ഇങ്ങനെ തുടങ്ങിയിട്ടൊരു
ഹൃദയമിളകുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. രക്ഷയില്ല. മുമ്പോട്ട് പോകാൻ പോകുമ്പോ അവിടുന്ന് മലക്കുകൾ വന്നിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, 2 മലക്കുകൾ, ഞങ്ങൾ മലകളുടെ ചുമതലയുള്ള മലക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ല നബിയെ, അങ്ങയെ സഹായിക്കാൻ അല്ലാഹ് പറഞ്ഞയച്ചതാണ്. എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? അങ്ങ് നിർദ്ദേശിക്കുന്ന പക്ഷം, അഭിലഷിക്കുന്ന പക്ഷം ഞങ്ങൾ മലകളെ എറിഞ്ഞവരെ നശിപ്പിച്ചേക്കാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേണ്ട, അങ്ങനെ സമൂലമായി അവരെ ഉന്മൂലനം ചെയ്യേണ്ടതില്ല. അവിടെ നിന്നും നന്ദി അറിയിച്ചുകൊണ്ട് അവിടെ നിന്നും മുമ്പോട്ട് പോയി. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു താഴ്വരയിലെത്തി. 2 പേരും ചേർന്ന് ഖുർആൻ ഓതി നമസ്കരിച്ചുകൊണ്ട് നിൽക്കുമ്പോ, ദീർഘമായി ഖുർആൻ ഓതി നിസ്കരിച്ചു കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ മറ്റൊരു വഹി, ഒരു സംഭവം. ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറുൻ മിനൽ ജിൻ ഫഖാലു ഇന്ന സമിഅനാ ഖുർആനൻ അജബാ. വഹി അറിയിക്കപ്പെട്ടു, പറയുക നബിയെ, എനിക്ക് വഹി നൽകപ്പെട്ടിരിക്കുന്നു, ജിന്നുകളിൽപ്പെട്ട ഒരു സംഘം ഖുർആൻ ശ്രദ്ധിച്ചു കേട്ടിരിക്കുന്നു. അവർ പറയുന്നു, ഇന്ന സമിഅനാ ഖുർആനൻ അജബാ, അത്യത്ഭുതകരമായ ഒരു ഖുർആൻ ഞങ്ങൾ കേട്ടിരിക്കുന്നു. അത് ഞങ്ങളെ യഹ്ദി ഇല റുഷ്ദി, സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നു. ഫആമന്ന ബിഹി, ഞങ്ങൾ അതിൽ വിശ്വസിച്ചിരിക്കുന്നു. വലൻ നുശ്രിക ബിറബ്ബിനാ അഹദാ, ഞങ്ങൾ അല്ലാഹുവിനോടൊപ്പം മറ്റൊന്നിനെയും പങ്കു ചേർക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് സുദീർഘമായ ജിന്നുകളുടെ ഒരു സംഭാഷണം അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ബോധനം ചെയ്തുകൊണ്ട് അറിയിപ്പ് കൊടുത്തു. എന്താണ് ഇതിന്റെ അർത്ഥം? ഭൂലോകത്ത് സത്യവിശ്വാസികളെ സഹായിക്കാൻ എവിടെയെങ്കിലും ആരെങ്കിലും സ്വന്തക്കാരും ബന്ധുക്കളും തയ്യാറായില്ലെങ്കിലും അവരോടൊപ്പം മലക്കുകളുണ്ട്. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ വേറെയും വിഭാഗങ്ങളുണ്ട്, ജിന്നുകളുണ്ട്. ഇവരൊക്കെ നിങ്ങളോടൊപ്പമുണ്ട് നബിയെ. അങ്ങും താങ്കളും താങ്കളോടൊപ്പമുള്ള കുട്ടിയും മാത്രമല്ല, ഈ ഭൂലോകത്ത് ഇസ്ലാമിനെ താങ്ങി നിർത്താൻ സ്വന്തത്തെ സമർപ്പിക്കേണ്ടവൻ. നിങ്ങളോടൊപ്പം അല്ലാഹുവിന്റെ മലക്കുകളുണ്ട്. താങ്കൾ അദൃശ്യമായി എന്നെ കണ്ടിട്ടില്ലല്ലോ, എന്നെ വിശ്വസിക്കുന്നു, പരലോകത്തിൽ പ്രതീക്ഷയർപ്പിക്കുന്നു, താങ്ങാവുന്നതിലും അപ്പുറം താങ്ങുന്നു. കല്ലേറേറ്റ് വിശന്ന് തളർന്ന് ചോര പൊട്ടിയൊഴുകിയ എന്റെ പ്രിയപ്പെട്ട പ്രവാചകരെ, താങ്കളെ സഹായിക്കാൻ മലക്കുണ്ട്. കൂടാതെ ജിന്നുകൾ കൂടെ വിശ്വസിക്കുന്നുണ്ട്. അവരും ഇവർ മനുഷ്യന്മാരെ തള്ളിപ്പറഞ്ഞാലും ബന്ധുക്കളെ തള്ളിക്കളഞ്ഞാലും ഉറ്റവരും ഉടയവരും അട്ടിയകറ്റിയാലും നാട്ടുകാര് കൈവിട്ടാലും അല്ലാഹുവിന് വേറെയും സൃഷ്ടികളുണ്ട്. ഈ വിശ്വാസം ആവശ്യമായ എന്റെ സൃഷ്ടികൾ വേറെയുണ്ട് എന്ന ഒരു ബലപ്പെടുത്തലാണ് അല്ലാഹു നടത്തുന്നത്. വീണ്ടും മക്കയിലേക്ക് തിരിച്ചു പോകണമല്ലോ. അബൂ താലിബ് ഇല്ലാത്ത, അതേപോലെ തന്നെ ഖദീജ ഇല്ലാത്ത ആ നാട്ടിലേക്ക് പോകണം. എങ്ങനെയാണ് അവിടെ പോവുക? ആരാണ് സംരക്ഷണം തരിക? നമ്മളെ വകവരുത്തിക്കളയില്ലേ എന്ന തോന്നലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഗോത്രങ്ങളോട്, മക്കയിലെ ഗോത്രങ്ങളോട് ആളെ വിട്ടിട്ട്, പ്രതിനിധികളെ വിട്ടിട്ട് സഹായാഭ്യർത്ഥന നടത്തി. ഒടുവിൽ മുത്തഅബ് അദിയുടെ നേതൃത്വത്തിലുള്ള സംഘം തയ്യാറായി നബി തിരിച്ചുപോയി. അങ്ങനെ കഴിയുന്ന കാലത്താണ് ഒരു ദിവസം ജിബ്രീൽ അലൈഹിസ്സലാം രാത്രിയിൽ കിടന്നുറങ്ങുന്ന, കഅബാലയത്തിന്റെ ഹത്തീമിൽ കിടന്നുറങ്ങുന്ന പ്രവാചകന്റെ സവിധത്തിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യേക തരത്തിലുള്ള ദിവ്യ പേടകവുമായി ബുറാക്കുമായി വന്നു നിന്നു. നബിയെയും കയറ്റിക്കൊണ്ട് പ്രകാശ വേഗതയിൽ അവിടെ നിന്നും മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കും അവിടെ എത്തി. ആ വാഹനം മാറ്റി നിർത്തി അവിടെ കൂടിയിട്ടുള്ള പ്രവാചകന്മാരുമായിട്ട് നിന്ന് നമസ്കാരത്തിൽ ഏർപ്പെടുന്നു. നബി ഇമാമായി നിന്നുകൊണ്ട് അവിടെ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം നബിയെയും കൊണ്ട് 7 ആകാശങ്ങളും താണ്ടി സംഭവ ബഹുലമായ ആ യാത്ര നടത്തുകയാണ്. അള്ളാഹുവിന്റെ സവിധത്തിൽ എത്തിപ്പെടുകയാണ്. അവിടെ എത്തിപ്പെട്ട് അള്ളാഹുമായിട്ട് അഭിമുഖ സംഭാഷണം നടത്തുന്നു. അള്ളാഹുവിനെ കണ്ടിട്ടില്ല,
എങ്കിലും അള്ളാഹുവിന്റെ സവിധത്തിലെത്തി. നബിയെ, അങ്ങ് അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു പ്രകാശമല്ലേ, എങ്ങനെ കാണാനാണ്? അള്ളാഹുവിന്റെ പ്രകാശ വലയമാണ് അള്ളാഹുവിന്റെ ഹിജാബ്. അള്ളാഹുവിനെ കാണാൻ കഴിഞ്ഞില്ല, എങ്കിലും അള്ളാഹുവുമായി അഭിമുഖ സംഭാഷണം നടത്തി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പരിശുദ്ധ ഖുർആൻ അക്കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വലഖദ് റആഹു നസ്ലതൻ ഉഖ്റ, മറ്റൊരു തവണ കൂടി അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. ആരെയാണ്? ജിബ്രീൽ അലൈഹിസ്സലാം. തനി സ്വരൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനെ 2 വട്ടമേ കണ്ടിട്ടുള്ളൂ. ഒന്ന് ഇൻദ സിദ്റത്തിൽ മുൻതഹ, അവിടെ വെച്ചാണ് കണ്ടത്. ഇൻദഹ ജന്നത്തുൽ മഅവ, അവിടെയാണ് ആ സ്വർഗ്ഗമുള്ളത്, സ്വർഗ്ഗത്തിന്റെ അഭയ സങ്കേതമുള്ളത്. ഇത് യഗ്ഷ സദ്റതു മാ യഗ്ഷ, ആവരണം ചെയ്യേണ്ടത് ആവരണം ചെയ്തു ആ സിദ്റത്തുൽ മുൻതഹയെ. സിദ്റത്തുൽ മുൻതഹ എന്താണെന്ന് പണ്ഡിതന്മാർ പലതരത്തിലുള്ള വിശദീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അത് നമുക്കറിയില്ല, എന്തോ ഒരു പ്രത്യേക സംഗതിയാണ്. അതായിരിക്കും വിശ്വസിക്കാൻ പറ്റിയത്. പടച്ചവന്റെ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് അവന്റെ സിംഹാസനത്തിന് ചാരെ ഏതോ ഒരു പ്രത്യേക തരത്തിലുള്ള സൃഷ്ടിയാണ്. അതിനെ കാണാൻ കഴിഞ്ഞില്ല. അത്ഭുതകരമായ രംഗങ്ങളൊക്കെ പടച്ച തമ്പുരാന്റെ സവിധത്തിൽ ആ സിംഹാസനത്തിന്റെ ചാരെ കണ്ടുമുട്ടി. കണ്ണഞ്ചിപ്പോയില്ല. ആ കണ്ണ് തെറ്റിപ്പോയത്, ദൃഷ്ടി തെറ്റിപ്പോയതുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അത്ഭുതകരമായ ദൃഷ്ടാന്തങ്ങളൊക്കെ നോക്കിക്കണ്ടു. വലഖദ് റഅ മിൻ ആയാതി റബ്ബിഹിൽ കുബ്ര, പടച്ച തമ്പുരാന്റെ അങ്ങേയറ്റം വലിയ വലിയ ദൃഷ്ടാന്തങ്ങൾ, ആർക്കും കാണാൻ കഴിയാത്ത ദൃഷ്ടാന്തങ്ങളൊക്കെ നോക്കിക്കണ്ടു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരന്മാരെ, എന്നിട്ട് ഇത് നമ്മൾ പറയുമ്പോ ശാസ്ത്രജ്ഞന്മാർ പരാജയപ്പെട്ടയിടത്ത് പ്രവാചകന്മാർ വിജയിക്കുന്ന രംഗമാണ്. ശാസ്ത്രജ്ഞന്മാര് ജീവിതത്തിന്റെ രഹസ്യവും ഈ പ്രപഞ്ചത്തിന്റെ നിഗൂഢതകളുടെ ചുരുളുമഴിക്കാൻ വേണ്ടി പേടകങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെ പറഞ്ഞുവിട്ട് വമ്പിച്ച പര്യവേക്ഷണങ്ങൾ നടത്തിയിട്ടും പ്രപഞ്ചത്തിന്റെ വളരെ ന്യൂനപക്ഷം, ഒരു ചെറിയ അംശം മാത്രമേ അവർക്ക് നിർവചിക്കാൻ സാധിച്ചിട്ടുള്ളൂ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമി, പടച്ച തമ്പുരാൻ നിങ്ങളുടെ മുമ്പിലുള്ളതും പിന്നിലുള്ളതും എല്ലാം അറിയുന്നുണ്ട്. നമുക്ക് അല്ലാഹു വിട്ടു തന്ന അറിവ് വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമി ഇല്ലാ ബിമാ ഷാ, പടച്ചവൻ ഉദ്ദേശിച്ച അല്പമാത്ര അറിവ് മാത്രമേ നിങ്ങളുടെ പര്യവേക്ഷണങ്ങളിലൂടെ, ഗവേഷണങ്ങളിലൂടെ, അന്വേഷണങ്ങളിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. പടച്ച തമ്പുരാന്റെ സിംഹാസനം എന്ന് പറയുന്നത് ഈ വാനലോകങ്ങൾ മുഴുവൻ താണ്ടിക്കടന്ന് ചൂഴ്ന്നു നിൽക്കുന്ന, ഈ പ്രപഞ്ചം മുഴുവൻ ചൂഴ്ന്നു നിൽക്കുന്ന അധികാര വ്യവസ്ഥയുടെ ഉടമസ്ഥനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അദീം. അവന് ഇതൊക്കെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു പ്രയാസമുള്ള കാര്യമല്ല. അങ്ങനെയുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പ്രത്യേകമായ വാഹനത്തിലൂടെ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ആ ഒരു ഇടപെടലിലൂടെ അദ്ദേഹത്തിന്റെ സഹായത്തോടുകൂടി 7 ആകാശങ്ങളും താണ്ടി അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് കൊണ്ടുപോയി സ്വർഗവും നരകവും അത്ഭുത കാഴ്ചകളും പടച്ച തമ്പുരാന്റെ സാമ്രാജ്യവും ഇതൊക്കെ കണ്ട് തിരിച്ചു വരിക എന്ന് പറയുന്നത് ഭയങ്കര അത്ഭുതമാണ്. ഇതൊരു സ്വപ്നമല്ല. സ്വപ്നം എത്രയോ കണ്ടിരിക്കുന്നു, സ്വപ്നമല്ല, ഇത് നേർ സാക്ഷ്യമാണ്. നബിയുടെ ഊടലോടെ ആരെങ്കിലും സ്വർഗം കണ്ടിട്ടുണ്ടോ? പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ കണ്ടിട്ടുണ്ടോ? പ്രപഞ്ചം മുഴുവൻ നോക്കിക്കണ്ട് കീഴടക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അത് അല്ലാഹുവിന്റെ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ചെയ്യിപ്പിച്ചതാണത് സഹോദരന്മാരെ. അതുകൊണ്ട് അല്ലാഹുവിനെ അറിയണം, അവന്റെ റസൂലിനെ അറിയണം.
അവിടെ നിന്നൊരു സമ്മാനമായി നമുക്കൊരു സംഗതി ഗിഫ്റ്റായി കൊടുത്തു വിട്ടു. അതാണ് നമസ്കാരം. അത് നിങ്ങൾക്ക് മിഅ്റാജാണ്. അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിനീൻ വമുനാജാതി റബ്ബിൽ ആലമീൻ. പടച്ച തമ്പുരാനുമായിട്ട് നമുക്ക് നേരിട്ട് അഭിമുഖം നടത്താനുള്ള ഒരു ദിവ്യ പേടകമാണ് നമസ്കാരം. പടച്ചവനിലേക്ക് കയറിപ്പോകാൻ, അവന്റെ ചാരത്ത് ചെന്നു നിൽക്കാൻ, അവന്റെ വാതിൽക്കൽ മുട്ടി വിളിക്കാൻ, അവന്റെ മുമ്പിൽ പ്രണാമം അർപ്പിക്കാൻ, അവനോട് അടക്കം പറയാൻ, അവനോട് തേങ്ങിക്കരയാൻ, അവനോട് സങ്കടത്തിന്റെ ഭാണ്ഡക്കെട്ടുകൾ ഇറക്കി വെക്കാൻ, അവന്റെ മലക്കുകളുടെ സഹായം നേടിയെടുക്കാൻ, റബ്ബിന്റെ സ്വന്തം ആളായി മാറാൻ. നമസ്കാരമാണ് 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 നമ്മുടെ വഴി. ഇസ്തഈനു ബിസ്സബ്രി വസ്സലാ. ഫലസ്തീനിലെ മുസ്ലിം സഹോദരങ്ങൾ അതിലൂടെ റബ്ബിലേക്ക് അടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് വിജയം കിട്ടിയത്. അവർ റബ്ബിന്റെ ആളുകളായി മാറിയത്. പരിശുദ്ധ ഖുർആൻ ഹാഫിളുകളായി മാറി. ഖുർആനിനെ നെഞ്ചേറ്റി അത് അവരുടെ ജീവിതമാക്കി മാറ്റി. അവർ രാവും പകലും പടച്ച തമ്പുരാന് പ്രണാമം അർപ്പിച്ചു. അല്ലാഹ് അവരെ സഹായിച്ചു. സാധ്യമായ കുഞ്ഞായുധങ്ങളാണെങ്കിലും അത്ഭുതകരമായ പ്രതിഫലനം അതിനുണ്ടാക്കി കൊടുത്തു അല്ലാഹു സുബ്ഹാനഹു വ തആല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുമ്പോഴും അല്ലാഹു സഹായിച്ചു. ബദറിലും ഉഹദിലും ഖന്തഖിലും അല്ലാഹുവിന്റെ സഹായം ഉണ്ടായി. പടച്ചവരെ കൂടെ നിർത്തി. നമ്മളും അഭിമുഖീകരിക്കുന്നു ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും, വലിയ വലിയ സാമൂഹികമായ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വെല്ലുവിളികളും, കുടുംബപരമായ പ്രശ്നങ്ങളും പ്രതിസന്ധികൾക്കും നടുവില് വ്യക്തിപരമായ, സാമ്പത്തികമായ, തൊഴിൽപരമായ, രോഗപരമായ, ആരോഗ്യപരമായ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കുമ്പോൾ അല്ലാഹയെ കൈവിട്ടിട്ട് രക്ഷപ്പെട്ട് കളയാമെന്ന് വിചാരിക്കേണ്ട. ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാനുള്ള വഴി അല്ലാഹുവിലേക്ക് അടുക്കൽ മാത്രമാണ്. അതിനുള്ള രക്ഷയുടെ ഒരു പിടിക്കയർ അല്ലാഹ് ഇട്ട് തന്നിട്ടുണ്ട്. അത് ഖുർആനാണ്, അത് നമസ്കാരമാണ്. സഹോദരങ്ങളെ, ഇസ്തഈനു, നിങ്ങൾ അല്ലാഹുവിനോട് സഹായം ചോദിക്കൂ. ബിസ്സബ്രി വസ്സലാ, സഹിച്ചു നിൽക്കണം. നിങ്ങൾ ഏർപ്പെട്ട നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ ഉറച്ചു നിന്ന് സഹിക്കണം. ഒപ്പം അല്ലാഹുവിനോട് നമസ്കരിക്കുകയും വേണം. പടച്ചവനെ ഭയഭക്തിയോടെ വിചാരിക്കുന്നവർക്കല്ലാതെ അത് എളുപ്പമാവില്ല. അല്ലാത്തവർക്ക് വലിയ ഭാരമായി തോന്നും. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ നമസ്കാരത്തിലേക്ക് അടുക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വല്ല പ്രയാസവും ഉണ്ടായാൽ ഉടനെ നമസ്കാരത്തിലേക്ക് തിരിയുമായിരുന്നു. അതുകൊണ്ട് ഫർദ് നമസ്കാരങ്ങൾ, സുന്നത്ത് നമസ്കാരങ്ങൾ, ദുഹാ നമസ്കാരം, തഹജ്ജുദ് നമസ്കാരം, ഇതിലൂടെ എല്ലാം ദീർഘമായി നിന്ന് നമസ്കരിക്കാനും അറിയുന്ന സൂറത്തുകളൊക്കെ ഓതി ശാന്തമായി നിർത്തി ഓതി അല്ലാഹുവിനെ പറ്റി, ആഖിറത്തെ പറ്റി, ആ നമസ്കാരത്തിൽ ഓതുന്ന ഫാത്തിഹയുടെ അർത്ഥത്തെ പറ്റി ചിന്തിച്ച് അല്ലാഹുവിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ബോധ്യത്തോടെ നമസ്കരിക്കാനും സുജൂദിൽ ദീർഘമായി കിടന്ന് അല്ലാഹുവിനെ വാഴ്ത്താനും പുകഴ്ത്താനും മനസ്സിന്റെ ഭാഷയിൽ സങ്കടങ്ങളുടെ പാണ്ടക്കെട്ടുകൾ അഴിച്ചു വെച്ച് തേങ്ങിക്കരയാനും അതിലൂടെ അല്ലാഹുവിന്റെ സഹായങ്ങൾ വാങ്ങിയെടുത്ത് ജീവിച്ച് പഠിക്കാനും നമ്മൾ ഓരോരുത്തരും മുമ്പോട്ട് വരണം. അല്ലാഹു നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ കുറവുകളെല്ലാം അല്ലാഹു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു മാപ്പാക്കി തരുമാറാകട്ടെ. എൻ്റെ ഒരു ഉറ്റ സ്നേഹിതൻ, അദ്ദേഹം വളരെ ഓടിച്ചാടി ദീനിന് വേണ്ടി പ്രവർത്തിച്ച് ഒരുപാട് സദഖകളൊക്കെ ചെയ്ത് നടന്നൊരു സഹോദരനാണ്. അദ്ദേഹം ഇന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അദ്ദേഹത്തിന് കുടൽ സംബന്ധമായ ഒരു ഓപ്പറേഷൻ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഈ ദീനിന് ആവശ്യമുള്ള നല്ലൊരു യുവാവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ അസുഖങ്ങൾ പരിപൂർണമായി ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ പരിപൂർണമായി വിജയപ്രദമാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി പൂർവോപരി ആരോഗ്യത്തോടെ, ആഫിയത്തോടെ ദീനിന്റെ മാർഗത്തിൽ ഓടി നടക്കാനും ദീർഘായുസോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാനും അല്ലാഹു തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. രണ്ട് ജനാസ നമസ്കാരങ്ങളുണ്ട്.